ഓ ഇനിയിപ്പം മഴ തോർന്നിട്ട് പോവാം. അതുവരെ കുരങ്ങൻ രാജാവിൻ്റെ കഥ പറഞ്ഞു തരാമോ ബാലുമാവ? പറയാം. പണ്ടൊരിക്കൽ ഇതുപോലൊരു മഴക്കാലം. അന്ന് കുരങ്ങന്മാരായിരുന്നു നമ്മുടെ കാട്ടിൽ അധികവും. പുഴയിൽ പോയ 2 കുരങ്ങന്മാർ ഒരു കരച്ചിൽ കേട്ടു. രക്ഷിക്കണേ! അതാരാ? ഓ, ആരോ ഒഴുക്കിൽപ്പെട്ടു. ഹൗ, കരടിക്കുട്ടിയുടെ നിറം. അവനെ കുരങ്ങന്മാർ വളർന്നപ്പോൾ അവനെ എല്ലാവരെക്കാളും തടിയും പൊക്കവും. താമസിയാതെ അവനൊരു രാക്ഷസ കുരങ്ങനായി. വലിയ ശരീരം, വായിൽ കൂർത്ത പല്ലുകൾ. കുരങ്ങന്മാരുടെ അന്നത്തെ രാജാവ് വൃദ്ധനായിരുന്നു. ഒരു ദിവസം രാക്ഷസ കുരങ്ങൻ രാജാവിനെ വെല്ലുവിളിച്ചു. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടോ. പോരിന് വിളിച്ചാൽ ചെല്ലണം, അതാണ് കാട്ടിലെ നിയമം. പോരിന്റെ യുദ്ധം നടന്നു. എന്നാൽ രാക്ഷസ കുരങ്ങന് മുന്നിൽ രാജാവിന് പിടിച്ചു നിൽക്കാനായില്ല. അത്രയും ശക്തനായിരുന്നു അവൻ. രാജാവ് വീണു. മുറിഞ്ഞ നെറ്റിയുമായി രാക്ഷസ കുരങ്ങൻ അലറി, ഞാനാണിനി ഇവിടുത്തെ രാജാവ്. ക്രൂരനായ രാക്ഷസ കുരങ്ങൻ അങ്ങനെ രാജാവായി. ജീവിതകാലം മുഴുവൻ അവൻ്റെ നെറ്റിയിലെ ആ മുറിപ്പാടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരു ശബ്ദം കേട്ടല്ലോ. ആരോ പുഴയിൽ വീണു. ഒരു കരടിയാണെന്ന് തോന്നുന്നു. ഓ പാവം, കരയ്ക്ക് കയറാൻ നോക്കുകയാണ്. അല്ല, കരടിയല്ല ഇത്. മൗഗ്ലി ഒറ്റ നോട്ടത്തിൽ തന്നെ അത് കണ്ടു, നെറ്റിയിലെ ആ വലിയ മുറിപ്പാട്.